തത്വ മാത്രം മനനം, അത് രണ്ടും പിന്നെ ചേർന്ന് വരും, ശ്രവണവും മനനവും. താല്പര്യത്തെ നിർണയിക്കുക, അതിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുക, രണ്ടിനും കൂടെ ചേർത്ത് പറയുമ്പോൾ ശ്രവണ മനനം. ശാസ്ത്രാദിപ്രയുക്ത ശ്രവണസ്യ ആത്മധി ഹേതുത്വേന ആത്മശബ്ദിത മനസ്സംഗാനാ പൂർണ്ണതയാനുഷ്ഠാന ത്രയാണാമപി സംഗാനാ ശാസ്ത്ര ആചാര്യാത്മന അസംഭാവനാദിശൂന്യം സ്ഥിരം ദൃഢം ബ്രഹ്മജ്ഞാനം നിധിധ്യാസനാഖ്യം ഭവതി. വ്യക്തമായി പറയുകയാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ? നിധിധ്യാസനാഖ്യം. നിധിധ്യാസനം ആഖ്യ, പേര് യസ്യ, അതാണ് നിധിധ്യാസനാഖ്യം. നിധിധ്യാസനം എന്ന് പറഞ്ഞു വരുന്ന ബ്രഹ്മജ്ഞാനം. അത് എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനം? ദൃഢം. മുമ്പ് പറഞ്ഞു ഭാസ്വരം, അതിനൊന്നും പറഞ്ഞു അപരായത്വ ബോധം. ഇവിടെ പറയുന്നു സ്ഥിരം എന്ന് വെച്ചാൽ ദൃഢം, അചഞ്ചലമായ ജ്ഞാനം, ദൃഢബോധം. അത് ഭാഷ്യകാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൃഢീഭവതി. അതിനിവിടെ പറയും. അതാണ് നിധ്യാസനം. ഇതിനെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇത് ഈ വാർത്തയൊന്നും ഉദ്ധരിക്കാതെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വന്തം കൽപ്പനയാണോ ഇതൊക്കെ? ഇതെന്താ പ്രമാണം? പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത് വ്യക്തമാണ്. ഇതൊന്നും ഞാൻ വെറുതെ എന്റെ സങ്കല്പത്തിൽ പറഞ്ഞതല്ല, ഭാവനയിൽ ഒന്നും വ്യാഖ്യാനിച്ചതല്ല. ഇതൊക്കെ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കേൾക്കുന്നവന് വിവരമില്ലാത്തതിന് ഞാനെന്ത് വിളിച്ചു? അതെന്റെ കുറ്റമല്ലല്ലോ. പലരും ചിന്തിക്കുന്ന അതാണ്. 10, 20, 30 കൊല്ലമായിട്ട് ഞാൻ ഈ പണിയിലാണ്. എന്നിട്ട് ഇതുവരെ ഞാൻ അറിയാത്ത കാര്യം തനിക്കറിയാം. ഇതെങ്ങനെ ശരിയാകും? ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട്, 10-40 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, താൻ എത്ര കാലമായി? ഞാൻ അറിയാത്ത കാര്യങ്ങൾ താൻ അറിഞ്ഞിരിക്കുന്നു. എവിടുന്ന്? അങ്ങനെ ചോദിച്ചവരുണ്ട്. സൗഹൃദം അടുപ്പമുള്ളവരാണ് ചോദിച്ചത്, ദേഷ്യം കൊണ്ടല്ല. ഇവിടെ വ്യക്തമായി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്? ശ്രവണം, ദർശനം, ശ്രവണം, മനനം, ഈ മൂന്നും. സംഗാന, അതിന്റെ സംഗാനം ഇവിടെ പറയുന്നു. പൂർണ്ണതയ അനുഷ്ഠാനം. ആദ്യം വേദാധ്യയനം. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇത് വൈദികന്മാർക്ക് വേണ്ടിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞാണെന്ന് മനസ്സിലാക്കും. CD-യിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്, പണ്ട് വേദത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്. ആ വ്യത്യാസമുണ്ട്. അതിന്ന് കാലത്തിനനുസരിച്ച് മനസ്സിലാക്കുകയേ വഴിയുള്ളൂ, വേറെ പോകാൻ വഴിയില്ല. ഈ മൂന്നിന്റെയും പൂർണ്ണമായ അനുഷ്ഠാനം കൊണ്ട്, വേദാധ്യയനം, ശ്രവണം, മനനം, ഇതുകൊണ്ട് അസംഭാവനാദിശൂന്യം, ദോഷശൂന്യമായ, ഇത് തന്നെ അസംഭാവന, വിപരീത ഭാവന എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ ദോഷങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതി. സാങ്കേതികമായ അതിനെ പലതരത്തിൽ പറയും. ദൃഢം ബ്രഹ്മജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം. നിധിധ്യാസനം എന്ന ജ്ഞാനം ഭവതി, ഉണ്ടാകുന്നു.
വീണ്ടും അത് തന്നെ വിശദീകരിക്കുന്നു. കാരണം ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ പല കൽപ്പനകളും ഭാവനകളും മനുഷ്യർക്ക്. മുറി വിദ്വാൻമാർ ഒരുപാട് വേണ്ടാധീനങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് നമ്മൾ ഭാഷ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രാമാണികന്മാരായ ആചാര്യനിൽ നിന്നോ ആയിരിക്കില്ല പലപ്പോഴും ഇതൊക്കെ ഗ്രഹിക്കുന്നത്. വിവരക്കേടിന് ചെവി കൊടുക്കുന്നവരാ കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. പ്രതിപത്തി പുരാശാബ്ദി യാവന്ന മനുതേ ശ്രുതം ശ്രുത്വാ മധ്വാദ തം സാക്ഷാത് ആത്മാനം പ്രതിപദ്യതേ. ആ സാക്ഷാത് പ്രതിപത്തി, അതിനാണ് നമ്മൾ പറയുന്നത് സാക്ഷാത്കാരം. എന്തിന്റെ? ആത്മാനം. ആത്മാവിന്റെ സാക്ഷാത്കാരം, അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. പിന്നെ ചിലടത്ത് പറയും എന്താണ് നിധ്യാസനത്തിന് ശേഷം സാക്ഷാത്കാരം എന്ന് പറയും. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ അസംബന്ധമെന്ന് കരുതണ്ട. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് മുമ്പ് പറഞ്ഞ സർവം ആത്മാ എന്നുള്ള ജ്ഞാനം. താൻ ആത്മാവാണെന്ന് അറിയുന്നവന് തുടർന്ന് സർവം ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, രണ്ട് ജ്ഞാനത്തെയല്ല ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് ജ്ഞാനമാണ്. നിധ്യാസനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതൊരു ജ്ഞാനം, അല്ലെങ്കിൽ നിധ്യാസനം എന്ന് പറയുന്ന എന്തോ ഒരു അഭ്യാസം, ഒരു സർക്കസ് കാണിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജ്ഞാനം, അതാണ് അവസാനത്തെ ജ്ഞാനം. അങ്ങനെയല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാറുണ്ട്. നിധ്യാസനത്തിന് ശേഷം ജ്ഞാനം. നിധ്യാസനം ജ്ഞാനമല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ പറയുന്നതിനെ നമ്മൾ സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് വിവരമുള്ളവരാണെന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ. വിവരമില്ലാത്തവരും പറയും, അതിനെ സമന്വയിക്കാൻ പോകണ്ട, തള്ളിക്കളയും. അക്കാര്യത്തിൽ ആചാര്യന്മാർക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. പ്രതിപത്തി പുരാശാബ്ദി, ആദ്യം എന്താണ്? പ്രതിപത്തി, ജ്ഞാനം ഉണ്ടാകുന്നു. ശാബ്ദി, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, വേദാധ്യയനം ചെയ്യുന്നവനുണ്ടാകുന്ന ജ്ഞാനം എന്നതിനെക്കുറിച്ച്, തന്നെക്കുറിച്ച്, സ്വസ്വരൂപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മേകത്വത്തെ സംബന്ധിച്ച് ആദ്യം ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. യാവന്ന മനുതേ ശ്രുതം, അത് മനനത്തിലെത്തുന്നതുവരെ അത് ശ്രവണജ്ഞാനമാണ്. ആ ജ്ഞാനം നമുക്കതിനെ ശ്രവണജ്ഞാനം എന്ന് പറയാം. എന്തുകൊണ്ട്? അത് ആചാര്യനിൽ നിന്ന് വേദം കേട്ടപ്പോൾ ഉണ്ടായ ജ്ഞാനമല്ലേ. അത് പോരെന്നാ പറയുന്നു. യാവന്ന മനുതേ ശ്രുതം, അത് മനനത്തിലൂടെ ദൃഢമാകുന്നതുവരെ അത് ശ്രവണജ്ഞാനം തന്നെ. എന്നുവെച്ചാൽ ആദ്യം അതൊക്കെ ഓരോ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ചാണ്. ഒരാൾ സ്വതേ അന്തർമുഖനാണ്, ഏകാഗ്രതയുള്ളവനാണ്, സമാധി ഗുണങ്ങളെല്ലാം ഉള്ളവനാണ്, അവന് സ്വർഗത്തിലും കർമ്മത്തിലും ഒന്നുമുള്ള വാസനയില്ല, ആഗ്രഹങ്ങളില്ലെങ്കിൽ അവന് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ ശരിയായ ബോധം ഉണ്ടാകും. അതിനുള്ള പക്വത അവന് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവന് ശ്രവണ മനനങ്ങളിലൂടെ ആ തത്വത്തെ ദൃഢമാക്കേണ്ടി വരും. കാരണം ബുദ്ധി ഉറക്കത്തില്ല. നമുക്കൊക്കെ സംഭവിക്കുന്നു പോലെ വീണ്ടും അതിനെ ചിന്തിക്കേണ്ടി വരുന്നു, ബുദ്ധിയെ ദൃഢമാക്കേണ്ടി വരുന്നു, അതിനെ വ്യക്തമാക്കേണ്ടി വരുന്നു. കാരണം ഇതെല്ലാം എഴുതിയ ഈ വാർത്തകാരനും അവസാനം എഴുതിയിരിക്കുന്ന എന്താണ്? ഇത്രയും വ്യക്തമായി ഈ തത്വത്തെ
വ്യക്തമാക്കിയ ആചാര്യനും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മമ ബോധ വിശുദ്ധയെ. ഞാനിതൊക്കെ എഴുതിയത് എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. നമ്മളത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്റെ ബോധത്തിൽ വരുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ മനനം അതിനാവശ്യമാണ്. അത് തുടരണം, തുടർന്ന് തന്നെ തീരണം. ഇങ്ങനെ ശ്രുത്വ മത്വ, അങ്ങനെ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ താല്പര്യത്തെ നിർണയിച്ച് അതിലുള്ള ദോഷങ്ങളെ പരിഹരിച്ച് തം സാക്ഷാത് ആത്മാനം പ്രതിപദ്ധ്യതേ, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതാണ് നിധിധ്യാസനം. അപ്പൊ എന്താണ് നിധ്യാസനം എന്നുള്ളതിനൂടെ വ്യക്തമാക്കേണ്ടത്. അനന്യായത്വ വിജ്ഞാനേ ശ്രവണാദേരുപായത ജ്ഞാതേ നാപേക്ഷതേ കിഞ്ചിത് പ്രതീചോ അനുഭവാത് പരം. നേരത്തെ പറഞ്ഞല്ലോ അനന്യ അപരായത്വ ബോധം. ഇവിടെ പറയുന്നു അനന്യായത്വ വിജ്ഞാനം. മുമ്പ് പറഞ്ഞത് തന്നെ. അവിടെ അപരായത്വ ബോധം എന്ന് പറഞ്ഞു. മുമ്പ് നിശ്ചയാത്മികാധി എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു അനന്യായത്വ വിജ്ഞാനേ. അനന്യായത്വ വിജ്ഞാനത്തിന് എന്നുവെച്ചാൽ അതിനുവേണ്ടി നിമിത്ത സപ്തമി എന്ന് പറയുന്നത് അനന്യായത്വ വിജ്ഞാനത്തിന് വേണ്ടി എന്താണ്? ശ്രവണാദിയിൽ ഉപായത. അതിന്റെ ഉപായമാണ് ശ്രവണാദികൾ. ആ ശ്രവണാദി എന്ന് പറഞ്ഞാൽ ദർശനം, ശ്രവണം, മനനം. ഭാഷ്യകാരൻ പറഞ്ഞു അത് അതിന്റെ ഉപായങ്ങളാണ്. ദർശനത്തെ ഒന്നുകിൽ ഉപായമായി എടുക്കുക, അല്ലെങ്കിൽ ആത്യന്തികമായി ഫലമായി എടുക്കുക. രണ്ടായാലും കുഴപ്പമില്ല. പാഠക്രമം അനുസരിച്ചും അർത്ഥക്രമം അനുസരിച്ചും മുമ്പ് പറഞ്ഞാണ്. അനന്യായത്വ വിജ്ഞാനം ശ്രവണ മനനത്തെ തുടർന്നു വരുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ ദർശന ശ്രവണ മനനത്തെ തുടർന്നു വരുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ അജ്ഞാനാദി ദോഷങ്ങൾ ഇല്ലാതെ വരുന്ന വിജ്ഞാനം. അതിനെന്താണ്? ശ്രവണാദിരുപായത. അതിനുപായമായിരിക്കുന്ന ശ്രവണാദികളാണ്. അത് ശ്രവണം, ഈ ദർശനം എന്ന് പറയുന്നതിന് രണ്ടു തരത്തിലും അർത്ഥമെടുക്കാം. പാഠക്രമം അനുസരിച്ചും അർത്ഥക്രമം അനുസരിച്ചും. ഈ പാഠക്രമം അർത്ഥക്രമം എന്നൊക്കെ പറയുന്നത് മീമാംസകർ വേദമീമാംസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അത് തന്നെ ഇവിടെ അദ്വൈതികൾ സ്വീകരിക്കുന്നു എന്നുള്ളൂ. അവർ പറയും ചിലടത്ത് ഒരു കർമ്മം ചെയ്യണം, ഒരു കർമ്മത്തിനൊരു ക്രമം വരുമല്ലോ. ആ ക്രമം എങ്ങനെ ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് ചെയ്യണമോ, അതോ എന്താണോ അതിന്റെ പ്രയോജനം അതനുസരിച്ച് ചെയ്യണം? അങ്ങനെ ചിന്തിച്ചിട്ട് അവർ പറയും ഇന്ന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് ചെയ്യണം, പാഠക്രമം അനുസരിച്ച് ചെയ്യണം, ഇന്ന ഭാഗങ്ങളിൽ അർത്ഥക്രമം അനുസരിച്ച് ചെയ്യണം. സവനം, സോമലത്തെ പിഴിഞ്ഞെടുക്കുന്നു, അത് യാഗത്തിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ യാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് സോമലത പിഴിയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് ചെയ്താൽ ശരിയാവും. യാഗം കഴിഞ്ഞിട്ട് പിന്നെ സോമല എടുത്തേണ്ട ആവശ്യമെന്താ? അപ്പോൾ വേദവാക്യത്തിൽ ആദ്യം യാഗത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് സോമലതയെ പിഴിഞ്ഞെടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ പാഠകർമ്മം സ്വീകരിക്കരുത്, മറിച്ച് അർത്ഥകർമ്മം, പ്രയോജനം അനുസരിക്കണം. അപ്പോൾ വേദത്തിൽ എന്താ പറഞ്ഞത്? ആദ്യം യാഗം, പിന്നീട് സോമലതയെ പിഴിഞ്ഞിടും. അപ്പോൾ ആ യാഗത്തിന് വേണ്ടിയാണ് സോമലതയെ പിഴിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? സോമലതയെ പിഴിയണം. അത് അർത്ഥക്രമം. ഇങ്ങനെയാണ് പാഠക്രമവും അർത്ഥക്രമവും നിർണ്ണയിക്കുന്നത് പൂർവ്വമീമാംസകർ. അത് ചിലയിടത്ത് പാഠക്രമം സ്വീകരിക്കും, ചിലയിടത്ത് അർത്ഥക്രമം സ്വീകരിക്കും, ചിലയിടത്ത് രണ്ട് സ്വീകരിക്കും. ഇവിടെ രണ്ട് സ്വീകരിക്കാം. അപ്പോൾ പക്ഷേ അർത്ഥക്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദർശനം എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെയായി. ബ്രഹ്മവേദം സർവം എന്നുള്ള ജ്ഞാനമാണ്. പാഠക്രമം അനുസരിച്ചാണെങ്കിൽ ദർശനത്തിന്റെ അർത്ഥമായി.
അധ്യയനം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം. അപ്പോൾ ഇവിടെ മുഖ്യമായി വരുന്നത് ശ്രവണം മുതലാണ്. കാരണം അവിടെയാണ് താല്പര്യത്തെ നിർണ്ണയിക്കുന്നത്. അവനോട് പറഞ്ഞ് ശ്രവണാദി, പലയിടത്തും പറയുമ്പോൾ ദർശനാദി എന്ന് പറയാറില്ല. ശ്രവണാദി, ശ്രവണമനനം, അതാണ് ഉപായം. എന്തിന്? നിധിധ്യാസനത്തിന്. ജ്ഞാതേ നാപേക്ഷതേ കിഞ്ചിത് പ്രതീചോ അനുഭവാത് പരം. അനന്യായത്വ വിജ്ഞാനേ ജ്ഞാതേ, ജാതേ, ജ്ഞാതേ എന്നല്ല ജാതേ, കണ്ണുപിടിക്കുന്നില്ല. അനന്യായത്വ വിജ്ഞാനേ ജാതേ എന്നാണ്. അനന്യായത്വ വിജ്ഞാനം ഉണ്ടായ, എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന നിധിധ്യാസനം എന്നുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ്? പ്രതീജ അനുഭവ, അത് സ്വസ്വരൂപത്തിന്റെ അനുഭവമാണ്. നിശ്ചയാത്മകമായ ജ്ഞാനം അതിന്റെ അനുഭവമാണ്. ലോകത്തിന് നമുക്കിങ്ങനെ അറിയാം. എന്റെ മുമ്പിലിരിക്കുന്ന ഇത് പുസ്തകമാണ്, ഞാനിത് പുസ്തകമാണെന്ന് ബോധിക്കുന്നു. എനിക്കൊരു സംശയമില്ല, എനിക്ക് ഭ്രാന്തിയില്ല ഇക്കാര്യത്തിൽ. മറ്റെന്തെങ്കിലുമാണെന്ന് എനിക്കൊരു ഭ്രാന്തിയില്ല, ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയില്ല. ഇത് പുസ്തകമാണോ അതേ പേനയാണോ എന്ന് സംശയമില്ല. അങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ജ്ഞാനം ഉണ്ടായാൽ, ഈ ജ്ഞാനമില്ലാതെ പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവം വേറെന്താ? ജ്ഞാനം തന്നെയാണ് അനുഭവം. ജ്ഞാനവും അനുഭവവും രണ്ടല്ല. പക്ഷെ നമ്മൾ രണ്ടെന്ന് പറയും. ഇപ്പോൾ ഇവിടെ ശരിക്കും വെളിച്ചമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ വേറെ സാധനം വെച്ചിട്ടാണ് പോയത്, ഒരു തുണി, വെളുത്ത തുണി ഇവിടെ വെച്ചിട്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുകയാണത് പുസ്തകമാണോ അതേ തുണിയാണോ. ഇത് നമ്മുടെ അനുഭവം എന്ന് പറയത്തില്ല, ഇത് ഒരു സംശയമുള്ള ജ്ഞാനമാണ്. അങ്ങനെ സംശയം വരുന്നിടത്ത് നമ്മളതിന് അനുഭവം എന്ന് പറയാറില്ല. പക്ഷെ ഇത് വ്യക്തമായി അജ്ഞാന സംശയ വിരിയമില്ലാതെ ബോധിച്ചു കഴിയുന്ന ഈ ജ്ഞാനം ഇത് തന്നെയാണ് അനുഭവം. ജ്ഞാനവും അനുഭവവും രണ്ടല്ല. ഇതൊരു ബാഹ്യ വിഷയത്തെ സംബന്ധിച്ച്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലോ അതും ആ സ്വരൂപം തന്നെ ജ്ഞാനമാണെങ്കിലോ, ബാഹ്യമായ വിഷയത്തെ സംബന്ധിച്ച് പോലും ജ്ഞാനവും അനുഭവവും രണ്ടല്ലെങ്കിൽ സ്വസ്വരൂപം സ്വയം ജ്ഞാനമായിരിക്കെ ആ ജ്ഞാനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായാൽ അത് തന്നെയാണ് അനുഭവം. അല്ലാതെ എന്താണ്? എന്നാ അപേക്ഷത്തെ കിഞ്ചിത് പരം, ഇതിനപ്പുറം ഇനി മറ്റൊന്നിനെയും ഇവിടെ അപേക്ഷിക്കുന്നില്ല. നിധിധ്യാസനത്തിനപ്പുറം ഒരു ജ്ഞാനമില്ല. എന്നുവെച്ചാൽ നിധിധ്യാസനം കൊണ്ട് ഇനിയൊരു ജ്ഞാനം ഉണ്ടായി വരുമെന്ന് നമ്മൾ സാധാരണ ധരിച്ചിട്ടുണ്ടല്ലോ. അതിനിവിടെ വാർത്തകാരൻ നിഷേധിക്കുകയാണ്, അത് ശരിയല്ല. കിഞ്ചിത് പ്രതീച അനുഭവ പരം കിഞ്ചിത് അപേക്ഷതേ. പ്രത്യേക ആയ തന്റെ സ്വരൂപത്തിന്റെ അനുഭവ രൂപത്തിലുള്ള ഈ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനപ്പുറം ആത്മബോധം എന്നുള്ളതിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. പരമാവധി ആശ്രയിക്കുന്നത് മുമ്പ് പറഞ്ഞ സമാധിയുക്തമായ ശ്രവണാദി സാധനങ്ങളെയാണ്, ശ്രവണ മനനങ്ങളെ, അല്ലെങ്കിൽ ദർശന ശ്രവണ മനനങ്ങളെയാണ്. അതിൽ നിന്നുണ്ടാകുന്ന അനന്യായത്വ വിജ്ഞാനത്തിനപ്പുറം വിദ്വാൻ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി എനിക്കൊരു ജ്ഞാനം വേണം, എനിക്കിനി ഒരു സാക്ഷാത്കാരം വേണം, എനിക്കിനി ഒരു അനുഭവം വേണം. അങ്ങനെയൊന്നും വിവേകമുള്ളവൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വിവേകമില്ലാത്തവരാഗ്രഹിക്കും. അവരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇവിടെ
നിധിധ്യാസനം എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇനിയും സംശയം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇതെല്ലാം വരുന്നു.